ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി? അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു ക്യൂട്ട് ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ക്യൂട്ടായിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കുന്ന ഈ ഒരു ഐറ്റം, സോപ്പ് പെട്ടി, എന്തായാലും കാണും, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ക്യൂട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് പെട്ടിയുടെ ആ ഒരു ഓപ്പൺ ചെയ്യുന്ന അത്രയും ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് ഇതുപോലെ പശ വെച്ചിട്ട് ഞാൻ ഉള്ളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ എടുത്തു പറയാം, ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് കൂടെയാണ് ഇത്. പിന്നെ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ അതങ്ങ് സെറ്റാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ബോക്സാണ്. കാർഡ്ബോർഡല്ല, ഒരു ചോക്ലേറ്റ് കിട്ടിയ ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഞാനൊരു ക്യൂട്ട് കവായി ഒരു പിക്ചർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെഫറൻസ് എടുത്തത് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്നാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഞാനൊന്ന് പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2 കാർഡ്ബോർഡും ഒന്നിച്ച് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇതില്ലാത്തവർ ഏതൊരു കാർഡ്ബോർഡ് എടുത്താലും അല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള പേപ്പർ എടുത്താലും മതി, നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 എണ്ണം ഒന്ന് യോജിപ്പിച്ച് വച്ചതിന് ശേഷം സെയിം അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് DIY ക്യൂട്ട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഡെസ്കിൽ വയ്ക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി റൂം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ആ വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. അങ്ങനെ ഇത് എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇത് ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ചു കൊടുത്ത ഈ ഒരു കവായി ഈ ഒരു പിക്ചറിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഈ ഒരു വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 പിക്ചേഴ്സിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് ബോട്ടിൽ, അതുപോലെ നമ്മുടെ കംഫർട്ടിൻ്റെ ബോട്ടിൽ, അങ്ങനെയൊക്കെ ഒരുപാട് അതിൻ്റെ റീയൂസിങ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റിയാൽ എന്തായാലും നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരിയാണ്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോസ് സിമ്പിൾ ആൻഡ് ഈസി ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യം എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റണമല്ലോ, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോസ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഞാൻ പിങ്ക് കളർ പെയിൻറ് എടുക്കുന്നുണ്ട്. ആക്രലിക് പെയിൻറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സ്കെച്ച് ഉള്ളവർക്ക് സ്കെച്ച് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും പെൻസിൽ വെച്ചിട്ട് ആ ഒരു കണ്ണും മൂക്കും ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് മൊത്തത്തിലൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു മെസ്സേജിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ട് 2-3 ലവ് ഒക്കെ ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യൂട്ട്നെസ് വാരി അങ്ങ് വിതറുകയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ക്യൂട്ട് ഐറ്റം ക്യൂട്ട് ഐറ്റം ക്യൂട്ട് ഐറ്റം. അപ്പോൾ സോപ്പ് പെട്ടിയിലും ഒരു അടിപൊളി ക്യൂട്ട് ഐറ്റം ഉണ്ടാക്കാമെന്ന് ഞാൻ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് മുന്നേ സോപ്പ് പെട്ടിയിൽ ഞാൻ വേറെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ മെയിൻ താരം സോപ്പ് പെട്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഗ്ലൂ തേച്ചിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു ക്യൂട്ട് മുയലെന്നോ പൂച്ചയെന്നോ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റത്തിന് ഞാൻ മീശ വരച്ച് കൊടുക്കാത്തത് കൊണ്ട് അത് പൂച്ചയല്ല മുയൽക്കുട്ടൻ തന്നെയാണ്. അങ്ങനെ ഇതേ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഗ്ലൂ തേച്ചിട്ട് ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് കൂടെ ഇതേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, സിമ്പിളല്ലേ? ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രം മതി. അതൊന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യുന്ന ടൈം മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ കുഞ്ഞുകുട്ടികളുടെ ആ ഒരു ഡെസ്കിൽ ഇരിക്കുമ്പോൾ ഈ ഒരു പിക്ചർ കണ്ടിട്ടോ ഈ ഒരു വർക്ക് കണ്ടിട്ടോ അവർക്ക് എന്തായാലും കൂടുതലും ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വയ്ക്കാനും പിന്നെ ഒരു കംഫർട്ടബിൾ പ്ലേസ് കൂടെ ആയിരിക്കും ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ സൈഡിൽ ഒരു സോപ്പിൻ്റെ ഇത് കാണാമല്ലോ. വേണമെങ്കിൽ ആ ഒരു സോപ്പ് പെട്ടിയുടെ മുകളിലായിട്ട് ഒരു വൈറ്റ് കളർ നിങ്ങളുടെ A4 ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വർക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താലും മതി. അങ്ങനെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ പെയിൻറ്റ് ബ്രഷോ അതോ അല്ലെങ്കിൽ ചെറിയ സിസേഴ്സൊക്കെ കാണില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ നമ്മുടെ ഡെസ്കിൽ വെച്ചാൽ ഭംഗി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ സോപ്പ് പെട്ടി കളയില്ലല്ലോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.